നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിന്നിപ്പോൾ മലേഷ്യയിൽ വന്നതിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്നിപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത് ചൈന ടൗൺ കാണാനായിട്ടാണ്. ഈ ചൈന ടൗണിൻ്റെ അടുത്തുള്ളൊരു ബസ് സ്റ്റാൻഡാണ്. നമ്മുടെ അവിടുത്തെ പോലെ തന്നെ ലോക്കൽ സർവീസ് നടത്തുന്ന ഒരു ബസ് സ്റ്റാൻഡാണത്. ചെറിയൊരു ബസ് സ്റ്റാൻഡ്, അതിനപ്പുറത്തൊരു ജംഗ്ഷനുണ്ട്. ആ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് കാണുന്നത് ചൈന ടൗണിലാണ്. ഞാനിപ്പോൾ അങ്ങോട്ടേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ജംഗ്ഷൻ്റെ ഈ ഭാഗത്തൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളൊരു ഒരു ചെന്നൈ നഗരത്തിലൊക്കെ നിൽക്കുന്ന ഒരു പ്രതീതിയാണ്. എന്താ വെച്ചാൽ ചെന്നൈ നഗരം കുറച്ചുകൂടി വൃത്തിയായി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ തന്നെയാണ്. ബാക്കി കെട്ടിടങ്ങളും ഒക്കെ നമ്മുടെ ഈ അത്ര വലിയ ബിൽഡിംഗ് ഒന്നുമല്ല, സാധാരണ കെട്ടിടങ്ങളും നമ്മുടെ ആ ഒരു ചെന്നൈ നഗരത്തിലൊക്കെ പോകുന്ന ഒരു ഫീലാണ് എനിക്കുള്ളത്. കണ്ടില്ല, ഈ ഭാഗത്തൊക്കെ ആ ഒരു കാഴ്ചപ്പാട്. പിന്നെ ആകെ ഒന്ന് രണ്ട് വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തൊക്കെ ആയിട്ട് ഒന്നോ രണ്ട് വലിയ ടോൾ ബിൽഡിങ്ങുകളുണ്ട്. അങ്ങനെ ഈ റോഡിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നതാണ് ചൈന ടൗൺ. ഇതിവിടുത്തെ വലിയൊരു മാർക്കറ്റാണ്. ഇത് ചൈനീസ് പ്രോഡക്റ്റൊക്കെ വിൽക്കുന്ന ഒരു മാർക്കറ്റ്. ഭയങ്കര ഒരു സ്ട്രീറ്റാണ്. ഈ സ്ട്രീറ്റിനുള്ളിൽ പോയി കഴിഞ്ഞാൽ തന്നെ രണ്ട് വശത്തും ഒത്തിരി കടകളുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അതിനുള്ളിലേക്കാണ് പോകുന്നത്. ഇത് മലേഷ്യയിലെ രണ്ടാമത്തെ പ്രാവശ്യം വരുന്നത്. ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് എനിക്ക് ചൈന ടൗൺ വരാൻ പറ്റിയില്ല. വേറെ കുറച്ച് പ്രോഗ്രാമൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ചൈന ടൗൺ അന്ന് കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഞാനങ്ങനെ ചൈന ടൗണിൻ്റെ മുന്നിലെത്തി. ഇപ്പോൾ അതിനുള്ളിലേക്ക് കയറാനായിട്ട് പോവാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, രണ്ടു വശത്തും കടകളാണ്. പല പല സാധനങ്ങളുണ്ട്. ചൈനീസ് പ്രോഡക്റ്റ് ഒത്തിരി ഉണ്ട്. എല്ലാ പ്രോഡക്റ്റ്സും ഉണ്ട്. നമുക്ക് എന്തും ബാർഗെയിൻ ചെയ്ത് മേടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർ പറയുന്നതിൻ്റെ ഒരു 80% കുറച്ച് വേണം നമ്മൾ റേറ്റ് പറയാൻ. അവർ ആളെ കണ്ടതുപോലെ റേറ്റ്, അവരെ വായി തോന്നുന്ന റേറ്റ് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൽ നിന്നൊരു 70-80% കുറച്ച് പറഞ്ഞാലും നമുക്കത് കിട്ടും, കുറച്ച് നേരം നിന്ന് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ. ഇവിടെയുള്ള മലേഷ്യയിലെ എൻ്റെ ആ ചേട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിപ്പോൾ ചൈന ടൗൺ എന്ന് പേരേ ഉള്ളൂ. കാരണം ഇവിടെ കംപ്ലീറ്റ് ഇപ്പോൾ ബംഗ്ലാദേശികളുണ്ടെന്നാണ് പറയുന്നത്. അതിനുള്ളിൽ തന്നെ ചെറിയൊരു ഫുഡ് സ്ട്രീറ്റൊക്കെ ഉണ്ട്. ചൈനീസ് ഫുഡും അങ്ങനെ വെറൈറ്റി ഫുഡ്, ഒത്തിരി വെറൈറ്റി ഫുഡ്സ് ഉണ്ട്. ജ്യൂസ്, കരിമ്പിൻ ജ്യൂസുണ്ട്. അപ്പോൾ കോലാലംപൂർ വരുന്നവർക്ക് അത്യാവശ്യം ഒരു വൈകുന്നേരം ചുറ്റിക്കറങ്ങി കാണാൻ പറ്റിയതൊക്കെ ഈ ചൈന ടൗണിലുണ്ട്. അത്യാവശ്യം ഭക്ഷണം ട്രൈ ചെയ്യാം. പിന്നെ കുറച്ച് ഇലക്ട്രോണിക് സാധനങ്ങൾ, ചെരുപ്പ് അങ്ങനെയൊക്കെ മേടിക്കാം. ഞങ്ങളതൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല മഴ. അപ്പോൾ വീണ്ടും ഞങ്ങൾ ആ ജംഗ്ഷനിൽ വന്ന് കുറച്ച് നേരം കോലാലംപൂരിൻ്റെ മഴയൊന്ന് ആസ്വദിച്ചു. അത് കഴിഞ്ഞ് നാളത്തെ പ്ലാനിനെ കുറിച്ചൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തു. നാളെ ഞങ്ങൾ ജെൻറ്റിങ് ഹൈലൻഡ് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ ജെൻറ്റിങ് ഹൈലൻഡിൻ്റെ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.